ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. തമ്പനയിൽ കണ്ടതുപോലെ കുട്ടികളിലെ അഡിനോയിഡിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയാനായിട്ട് ഞാൻ ഡോക്ടറൊന്നുമല്ല. പക്ഷേ എൻ്റെ മകന് അഡിനോയിഡ് ഉണ്ടായിരുന്നു. 2 വയസ്സിലാണ് അവന് സർജറി ചെയ്യുന്നത്. ആസ് എ പാരൻ്റ് എന്ന നിലയിൽ എനിക്കുണ്ടായ അനുഭവമാണ് ഞാനിതിൽ പറയുന്നത്. ഈ ഒരു ജനറേഷനിലെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ അവർ സഫർ ചെയ്യുന്നൊരു കാര്യമാണ് ഈ അലർജിക് ഇഷ്യൂസ്. ഒരു 5-6 വയസ്സ് വരെ അവർക്ക് എപ്പോഴും മൂക്കൊലിപ്പും തുമ്മലും കഫക്കെട്ടും ഒക്കെ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും ഈ അസുഖങ്ങൾ തുടരെ ഉണ്ടാവും. ഇത് പറയാൻ കാരണം ഈ അഡിനോയിഡ് എന്ന് പറയുന്ന ആ ഒരു അസുഖം നമുക്ക് ആദ്യമൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്ക് നോർമലി വരുന്ന ജലദോഷവും കഫക്കെട്ടും പോലെ തന്നെയേ നമുക്ക് തോന്നുള്ളൂ. എൻ്റെ മോൻ്റെ കേസിലും അത് തന്നെയാണ് സംഭവിച്ചത്. അവനൊരു ജലദോഷം വന്നു, ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ് ജലദോഷം. കാരണം സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ വേറെയുണ്ട് വീട്ടിൽ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് മോനും വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ അത് പതിയെ മാറും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുക്കുമ്പോൾ അതങ്ങനെ ഒരാഴ്ച കൊണ്ട് മാറും. അങ്ങനെയാണ് സാധാരണ ജലദോഷത്തിൻ്റെ ആ ഒരു പീരീഡ്. അപ്പോൾ ഇവന് 2 വയസ്സായ സമയത്താണ് ഒരിക്കലൊരു ജലദോഷം വരുന്നത്. സ്കൂൾ തുറന്ന ഉടനെയാണ്, ഒരു ജൂണിലാണ് സ്കൂൾ തുറന്നേക്കുന്നത്. അപ്പോൾ ജൂലൈയിലാണ് ഇവന് ജലദോഷം വരുന്നത്. അപ്പം എൻ്റെ മൂത്ത മോള് സ്കൂളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അവൾക്ക് ജലദോഷം വന്നു. അങ്ങനെ മോനും കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പകരുമല്ലോ, അപ്പോൾ അങ്ങനെയാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവർക്കൊക്കെ മാറിയിട്ടും മോന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. അവനെ ഞങ്ങൾ റീസെൻ്റ്ലി കാണിച്ചുകൊണ്ടിരുന്നത്, ആ സമയത്ത് റീസെൻ്റായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് ആയുർവേദിക് ഡോക്ടറെ ആയിരുന്നു. കാരണം ഞാനൊരു അലർജിക്കാണ്, ആസ്മ പേഷ്യൻ്റാണ്. അപ്പോൾ എൻ്റെ ആസ്മ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ആയുർവേദിക് ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ മോൾക്കോ മോനോ ആർക്കെങ്കിലും നല്ല ജലദോഷം കഫക്കെട്ടൊക്കെ വരുവാണെങ്കിൽ ഞാൻ അവിടെയാണ് കൊണ്ടുപോയി കാണിച്ചിരുന്നത്. അവിടുത്തെ ആ ഒരു മരുന്നുണ്ടായിരുന്നു, ദശമൂലക്കടുത്രേകാന്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരുന്നുണ്ട്. അതൊരു ചെറിയൊരു ബോട്ടിൽ കഴിക്കുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാവും, പൂർണ്ണമായിട്ടും മാറും. അപ്പോൾ അതുകൊണ്ട് റീസെൻ്റായിട്ട് ഞാൻ എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും മക്കളെ അവിടെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ കാണിച്ചു. സാധാരണ കൊടുക്കുന്ന ആ ഒരു മെഡിസിൻ തന്നെ ഡോക്ടർ കൊടുത്തു. പക്ഷെ മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പോഴേ എനിക്കെന്തോ ഒരു ഡൗട്ട് ഉണ്ടായി. കാരണം അതിൽ മാറേണ്ടതാണ് അവർക്ക്. സാധാരണ ഞാൻ കുറേ കാലങ്ങളായിട്ട് ആ ഒരു മരുന്ന് മോൾക്കും അതെ മോനും അതെ അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം തന്നെ ഒരു 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കിന് നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ മോന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അപ്പം പിന്നെ എനിക്ക് മനസ്സിലിങ്ങനെ ചെറിയൊരു പേടിയൊക്കെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കഫക്കെട്ട് കുറച്ചധികം കൂടുതലായിരിക്കും, അതുകൊണ്ടായിരിക്കും മാറാത്തത്. അപ്പോൾ പിന്നെ സാധാരണ നമുക്ക് അലോപ്പതിനെ കാണിക്കാമെന്ന് കരുതിയിട്ട് വേറെ ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടറെ കാണിച്ചിട്ട് സാധാരണ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ അത് കുടിച്ചു കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. ഒരു ദിവസം പോലും ഒരു മാറ്റം ഉണ്ടായില്ല. റണ്ണിങ് നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മൂക്കൊന്നിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു വെള്ളം പോലെ കണ്ടിന്യൂസ് ആയിട്ട് മൂക്കുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. ഡോക്ടറെ കാണിക്കുന്നുണ്ട് എന്നല്ലാതെ ഡോക്ടർ മരുന്നും തരുന്നുണ്ട്. പക്ഷേ ആർക്കും ഇതെന്താണെന്ന് അവർ നോർമലി കാണുന്ന ഒരു ജലദോഷം അല്ലെ കഫക്കെട്ട് എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. പിന്നെ നെബുലൈസ് ചെയ്യിപ്പിച്ചു, ഒരു മാറ്റം ഉണ്ടായില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പനി വരുവാണ്, നല്ലപോലെ പനി വരുവാണ്. പിന്നെ പനിയുടെ മരുന്ന് കൊടുക്കുമ്പോൾ പനി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ പനി അവിടെ നിൽക്കും. പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പനിക്കും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലോപ്പതി നിർത്തി ഞാൻ ഹോമിയോപ്പതിയിലേക്ക് കടന്നു. അതിലും ഒരു മാറ്റം ഉണ്ടായില്ല. ഒരു 3 മാസം ആയപ്പോഴാണ് ഇവൻ്റെ ശ്വാസം കഴിക്കുന്ന സമയത്തുള്ള എന്തോ ഒരു സൗണ്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ശ്വാസം കഴിക്കുമ്പോൾ എന്തോ ഒരു സൗണ്ട് വരുവാണ്. പക്ഷേ അത് നോസ് ബ്ലോക്ക് കൊണ്ട് വരുന്നതല്ല താനും. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം മൂക്ക് ഫുൾ ടൈം റണ്ണിങ് നോസാണ്, എവിടെയും ബ്ലോക്ക് ആയിട്ടില്ല. നമ്മൾ മൂക്ക് അടയുമ്പോഴാണല്ലോ ഒരു സൗണ്ട് വരുന്നത്. പക്ഷേ ഇവന് റണ്ണിങ് നോസ് ആയത് കാരണം മൂക്ക് എവിടെയും ബ്ലോക്ക് അല്ല. അതുകൊണ്ട് തന്നെ മൂക്ക് ബ്ലോക്കായ കാരണമല്ല സൗണ്ട് വരുന്നത്. ആ സമയത്ത് വായ തുറന്നിട്ടാണ് അവൻ ഉറങ്ങിയിട്ടുണ്ടായത്. പക്ഷേ അത് ഞാൻ വിചാരിക്കുന്നത് ഓൾറെഡി കഫക്കെട്ടും കാര്യങ്ങളൊക്കെ അല്ല, അപ്പോൾ ഒരു കംഫർട്ട് രീതിയിൽ അവൻ ഉറങ്ങുമായിരിക്കും, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അല്ലാതെ ഇത് ഇങ്ങനെ ഒരു അസുഖം കാരണമാണ് അവൻ ഇങ്ങനെ വായ തുറന്ന് ഉറങ്ങുന്നത് അന്നൊന്നും ഞാൻ അത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡോക്ടർമാരും
നമ്മൾ ഇവനെയും കൊണ്ട് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ആരും ചോദിച്ചിട്ടില്ല വായ തുറന്നിട്ടാണോ ഉറങ്ങുന്നതെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ, അങ്ങനെ ആരും അവർ ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ സൗണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ ഡോക്ടർമാരോട് അങ്ങോട്ട് പറയാൻ തുടങ്ങി ഇങ്ങനെ ഒരു സൗണ്ട് വരുന്നുണ്ട്, പക്ഷെ മൂക്കൊന്നും അടഞ്ഞതായിട്ട് തോന്നുന്നില്ല. ഫുൾ ടൈം റണ്ണിങ് നോസാണ്. അപ്പോൾ മൂക്ക് അടഞ്ഞിട്ടല്ല സൗണ്ട് വരുന്നത്, പക്ഷേ ഇവർ നല്ല പോലെ ഉറങ്ങുമ്പോൾ സൗണ്ടും ഉണ്ടെന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ടായി ഡോക്ടർമാരോട്. പക്ഷെ ആരും ഇത് അഡിനോയിഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി അഡിനോയിഡ് വരുന്ന സമയത്ത് നോസ് അവിടെ ബ്ലോക്ക് ആവുകയാണ്. അപ്പോൾ നമുക്ക് മൂക്കിൽ കൂടെ നമുക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി കഴിയില്ല. നമ്മൾ വായ തുറന്ന് ഉറങ്ങുന്നത് തന്നെ വായ കൂടെ ശ്വാസം എടുക്കുന്നത് കൊണ്ടാണ്. 6 മാസം കഴിഞ്ഞിട്ട് 6 മാസവും ഞാനിങ്ങനെ പല ഡോക്ടർമാരെയും കണ്ടു നോക്കി. അവസാനം ഞാൻ മിംസിൽ പോയി. മിംസിലൊരു നന്ദകുമാർ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെയാണ് ഞാൻ അവസാനമായിട്ട് കണ്ടത്. അപ്പോൾ അന്ന് ആ ഡോക്ടറാണ് പറഞ്ഞത് കുട്ടിക്ക് അഡിനോയിഡാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ സമാധാനമാണോ സന്തോഷമാണോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഈ 6 മാസം എന്താണ് അസുഖം എന്നറിയാണ്ട് പല ഡോക്ടർമാരെയും കാണാം. ആയുർവേദം മുതൽ അലോപ്പതി, ഹോമിയോപ്പതി ഇതൊക്കെ ഞാൻ കണ്ടു. എന്നിട്ടും രോഗം എന്താണെന്നോ രോഗത്തിനാണോ ഞാൻ മരുന്ന് കൊടുക്കുന്നതെന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ രോഗം കണ്ടുപിടിച്ചു, ഇനിയിപ്പോൾ അതിനെ ചികിത്സിച്ചാൽ മതിയല്ലോ, ആ ഒരു സമാധാനമായിരുന്നു എനിക്കത് കേട്ടപ്പോൾ. അപ്പോൾ അന്ന് അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ ഒരു സ്പ്രേ യൂസ് ചെയ്താൽ മതി, കുറച്ച് കാലം അത് യൂസ് ചെയ്യുമ്പം ഈ അഡിനോയിഡ് ഗ്രന്ഥിൻ്റെ വലിപ്പം നമുക്ക് കുറച്ച് കൊണ്ടുവരാം. അങ്ങനെയാണ് യൂഷ്വലി ഈ ഒരു പ്രായത്തിലുള്ള കുട്ടിയൊക്കെ ചെയ്യുന്നത്. ഒരു 4 വയസ്സിന് മുകളിലോട്ട് അങ്ങനെയാണ് തീരെ പറ്റാത്ത കേസിൽ നമ്മളത് സർജറി ചെയ്യുന്നത്. അല്ലാണ്ട് ചെറിയ കുട്ടികൾക്ക് അങ്ങനെ സർജറി ചെയ്യാറില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ആ സ്പ്രേ ആണ് നമുക്ക് അന്ന് തന്നത്. സ്പ്രേയും കുറച്ച് വേറെ മെഡിസിൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നല്ല രീതിക്ക് പനി ഉണ്ടായിരുന്നു, അഡ്മിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ കേസാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു ടൈമിൽ ഉണ്ടായത്. പക്ഷേ സ്പ്രേ കണ്ടിന്യൂസ് ആയിട്ട് അതും മറ്റേ സ്റ്റിറോയിഡുള്ള സ്പ്രേ ആണ്. അപ്പോൾ സ്റ്റിറോയിഡുള്ള സ്പ്രേ യൂസ് ചെയ്യാൻ എന്തോ നമുക്കത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ഇവനെയും കൊണ്ട് കുറച്ച് ദിവസം ഈ പനിയൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് ഒരു 1-2 ആഴ്ച നമ്മൾ സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് തന്നെ വേറൊരു ഡോക്ടറെയും കൂടെ കൺസൾട്ട് ചെയ്തു. ഡോക്ടറും സെയിം ഒപ്പീനിയനാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അവൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത്രയ്ക്കും സിവിയറായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരാഴ്ചയിൽ തന്നെ 2-3 തവണ പനിക്കുക, അതുപോലെ എന്താ പറയുക, ഒരുപാട് 6 മാസത്തോളം മൂക്കുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ആ ഒരു അവസ്ഥ ഭയങ്കര സിവിയറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം അങ്ങനെ ഞങ്ങൾ മാംഗ്ലൂർക്ക് പോയി. അവിടെ KS ഹെഗ്ഡ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അവനെ കാണിച്ചു. അവിടുന്ന് ആദ്യം തന്നെ എക്സ്റേ എടുത്ത് നോക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് 4th ഗ്രേഡാണ്, എന്തുതന്നെയാലും ഇത് എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവന് അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ നല്ല സിവിയറാണ്. അപ്പോൾ ഇത് എടുത്ത് കളയുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ സർജറി പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഓൾറെഡി അലർജിക് ആയതുകൊണ്ട് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ സർജറിയാണ് ബെറ്റർ ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ഈ 2 വയസ്സിലാണ് മോന് അഡിനോയിഡിൻ്റെ സർജറി ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ചെയ്ത് കഴിഞ്ഞ ഒരു 1 അവറോ ഹാഫ് ആൻ അവർ എങ്ങാണ്ടാണ് ആ സർജറിക്ക് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാനായിരുന്നു അകത്തേക്ക് ചെന്നത്. ആ സമയത്ത് അവന് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു തോന്നുന്നുണ്ട്. കാരണം നല്ലതുപോലെ അവൻ അവിടെ നിന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് വയറും കാര്യങ്ങളും പിന്നെ നേഴ്സിനൊക്കെ കണ്ടതിൻ്റെ ചെറിയ പ്രായമാണല്ലോ, ഒരുപാട് നേഴ്സും ഒക്കെ പരിചയമില്ലാത്തൊരു സിറ്റുവേഷൻ അറ്റ്മോസ്ഫിയർ അവന് അവിടെ കണ്ടതുകൊണ്ട് അവനവിടെ നിന്ന് നല്ല പോലെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു, കരയുന്നുണ്ടായിരുന്നു. പിന്നെ മൂക്കിലൂടെ ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. മൂക്കിലും ഇങ്ങനെ ഒരു പമ്പ് പോലെ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അവൻ എന്നെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞു. അവന് നല്ല വേദന ഉണ്ടായിരുന്നു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവനെ സൗണ്ടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ സൗണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അതൊരു 3-4 ദിവസത്തേക്ക് അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ അത് ശരിയായി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി വന്നു. അന്ന് വൈകുന്നേരം വരെ ഗ്ലൂക്കോസ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു അവന് ഫുഡ് കഴിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. കാരണം വായക്കൂടിയാണല്ലോ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ പ്ലേസ് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല.
വൈകുന്നേരം ആയപ്പോൾ അവൻ നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണവും വെള്ളമൊക്കെ നല്ല പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. നോർമലി അവൻ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു. പിന്നെ അന്ന് വൈകുന്നേരം മുതൽ അവൻ അങ്ങോട്ട് സാധാരണ അവൻ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു. ഒരു സർജറി ചെയ്തതിൻ്റെ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. കളിക്കുകയും ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ട് എന്നല്ലാതെ വേറെ നമ്മൾ നോർമലി കാണുമ്പോൾ മൂക്കിനായാലോ വായിക്കായാലോ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും വേണ്ട. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇത് സിവിയർ ആണെങ്കിൽ എന്തുതന്നെയായാലും സർജറി ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഈ അഡിനോയിഡ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജലദോഷം വരില്ല, ഈ ഒരു അസുഖങ്ങളൊന്നും പിന്നെ വരില്ല എന്ന് ആരും വിചാരിക്കണ്ട. കാരണം ഈ അഡിനോയിഡ് പിന്നെ വരില്ലായിരിക്കും. പക്ഷെ നോർമലി വരുന്ന ജലദോഷമൊക്കെ എപ്പോഴായാലും കുട്ടികളിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവൻ്റെ ഒരു കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ ഒരു മാസം 2-3 മാസത്തേക്ക് ഇവന് പിന്നെ അങ്ങനെ ജലദോഷം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നോർമൽ ആളോ ഓക്കെ ആയിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജലദോഷം അവന് പിടിക്കപ്പെടുകയാണെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാൻ എന്തായാലും ഒരു കുറച്ച് ടൈം എടുക്കും. അതാണ് ഇവൻ്റെ ഒരു കേസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവന് 5 വയസ്സായി. ഇപ്പോഴും അങ്ങനെയാണ് അവന്. ഒരു ജലദോഷം എവിടുന്നും അസുഖങ്ങളൊന്നും വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയ പിന്നെ അസുഖം എവിടുന്നെങ്കിലും ഒന്ന് പിടിക്കപ്പെടുവാണെങ്കിൽ പിന്നെ അത് മാറിക്കിട്ടാൻ ഇത്തിരി സമയമെടുക്കും. പക്ഷെ മാറും. പക്ഷെ മാറിക്കിട്ടാൻ ഇത്തിരി സമയമെടുക്കും. അതാണ് അവൻ്റെ കേസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്നത്തെ പോലത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു ചെറിയ റണ്ണിങ് നോസ് പോലെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോകുന്നേ ഉള്ളൂ. അല്ലാണ്ട് നല്ല പനി വരുമോ വല്ലാണ്ട് കഫക്കെട്ട് വരുമോ അങ്ങനെയൊന്നുമില്ല. ബാക്കിയൊക്കെ നോർമലി സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന പോലെ തന്നെയാണ്. പക്ഷേ മോളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവന് മാറാൻ ഇത്തിരി സമയം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ കുട്ടികളിലും ഇതുപോലെ കഫക്കെട്ടും ജലദോഷമൊക്കെ ഇങ്ങനെ മാറാതിരിക്കുവാണെങ്കിൽ അവർ വായ തുറന്നിട്ടാണോ ഉറങ്ങുന്നത് എന്ന് ശ്രദ്ധിക്കാം. പിന്നെ സൗണ്ട് ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക. കൂർക്കം വലി പോലത്തെ സൗണ്ട് ഉണ്ടോയെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുക. അത് അഡിനോയിഡിൻ്റെ തുടക്കമായിരിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും അതിന് വേണ്ട ഫർദർ ട്രീറ്റ്മെൻറ്റ് ഉടൻ തന്നെ ചെയ്യുക. ഈ കാണുന്നതൊക്കെ ഞാൻ അഡിനോയിഡാണ് എന്നറിയുന്നത് മുന്നേ ആയിട്ട് പലതവണ ഡോക്ടർമാരെ ഓരോരുത്തരെയായിട്ട് കാണിച്ച മരുന്നിൻ്റെ ഷീറ്റുകളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഞാൻ ഇത്രത്തോളം ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. അറ്റ് ലാസ്റ്റാണ് ഞാൻ മിംസിലെത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കണ്ട.